916? 916 എന്നാൽ 91.6 മാത്രമേ അതിൽ സ്വർണമുള്ളൂ. ആ അളവിലെങ്കിലും ഉണ്ട്. അപ്പോൾ 8 മനസ്സിലായില്ലേ? അപ്പോൾ 8.4 അത് സ്വർണമല്ലാത്ത ലോഹങ്ങളാണ്. എന്തുകൊണ്ട്? ഇതിനെ ആഭരണമാക്കണമെങ്കിൽ കരുത്തില്ലാത്ത സാധനമാണ് എന്ത്? സ്വർണം. സ്വർണം പിടിച്ചാൽ പൊട്ടും. അതുകൊണ്ട് കരുത്തുള്ള ലോഹത്തെ 8.4 ആയി ചേർക്കും. അപ്പോൾ ഇതിന് കരുത്തുണ്ടാവും. 916 എന്ന് പറയാൻ കാരണം എന്താ? 991.6 എങ്കിലും ഇതിലെന്തുണ്ട്? എന്തൊരു മനുഷ്യന്മാരാ! 91.6 എങ്കിലും ഇതിൽ എന്തുണ്ട്? സ്വർണ്ണണ്ട്. എന്റെ താഴെ ഉള്ള ആൾ അത്രയും ഉണ്ടാവില്ല. എന്നാ 100 ആയിക്കൂടെ? 100 ആയ ആഭരണാവില്ല. എന്തുകൊണ്ട്? സ്വർണത്തിന് കരുത്തില്ല. സ്വർണം കൊണ്ട് വാളുണ്ടാക്കാൻ പറ്റൂല. സ്വർണം കൊണ്ട് വാളുണ്ടായാൽ മേസറ വിളിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഈ പുസ്തകം ഒരു പ്രഭാഷണം കൊണ്ട് നിങ്ങളെ മുന്നിൽ സമർപ്പിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ആർക്കും കഴിയില്ല. ഞാൻ ഈ പുസ്തകത്തിലാക്കാൻ സത്യത്തിൽ ഞാനൊരു റൈറ്റർ അല്ല, ഒരു എഴുത്തുകാരനല്ല. കുടുങ്ങിയപ്പോൾ എഴുതിയതാണ്. എന്താ എഴുതാൻ കാരണം? പ്രസംഗം കൊണ്ട് ഇതിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല. എന്താണ് ഈ പുസ്തകത്തിന്റെ കാറ്റഗറി? എന്താണ് ഈ പുസ്തകത്തിന്റെ കാറ്റഗറി? ഇത് നോവലാണോ? അല്ല. ഇതൊരു ഹിസ്റ്റോറിക്കൽ ഗ്രന്ഥമാണോ? അല്ല. ഇതൊരു തിയോളജിക്കൽ ഗ്രന്ഥമാണോ? അല്ല. ഇതൊരു ഫിസിയോളജിക്കൽ ഗ്രന്ഥമാണോ? അല്ല. ഇതൊരു ഓഷ്യാനോളജിക്കൽ ഗ്രന്ഥമാണോ? അല്ല. ഇതൊരു ബോട്ടണിക്കൽ ഗ്രന്ഥമാണോ? അല്ല. ഈ പുസ്തകത്തിന്റെ കാറ്റഗറി എന്ത്? ഇതൊരു ഹദീസ് വ്യാഖ്യാനമാണോ? ആണെങ്കിലും സാമ്പ്രദായിക ഹദീസ് വ്യാഖ്യാതാക്കൾ ഇതൊരു വ്യാഖ്യാനമായി അംഗീകരിക്കുകയില്ല. ഇത് കേവലമുള്ള ഒരു സാമ്പ്രദായിക ഗ്രന്ഥമല്ല, ഒരു കൺവെൻഷനൽ ഗ്രന്ഥമല്ല, ഒരു മാമൂലിക്കൽ ഗ്രന്ഥമാണ് എന്ന് ഇതിനെപ്പറ്റി പറയാൻ കഴിയില്ല. എല്ലാ മാമൂലികളെയും പൊളിച്ചു കളയുന്ന ഒരു ഗ്രന്ഥമാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനത്തോട് അനുബന്ധിച്ച് യൂഫ്രട്ടീസിൽ സ്വർണ്ണമലകൾ ഉയർന്നു വരും എന്ന് പറഞ്ഞിട്ടുണ്ട് പുണ്യ റസൂൽ മുഹമ്മദുൻ. യൂഫ്രട്ടീസിൽ സ്വർണ്ണമലകൾ ഉയർന്നു വരും. യൂഫ്രട്ടീസ് വറ്റും. ഈ സ്വർണ്ണമലകൾക്ക് വേണ്ടി വലിയ യുദ്ധവും ദുരന്തങ്ങളും വലിയ കൂട്ടക്കൊലകളും കുരുതികളും നടക്കും. നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകരുത്. പ്രത്യക്ഷത്തിൽ ഇത് ലാഭമാണെന്ന് തോന്നുമെങ്കിലും ഭൂമിയിലെയും അവിടുത്തെ സർവ മനുഷ്യരുടെയും 99% ജനങ്ങളുടെയും ദുരന്തവും മരണവും ആയിരിക്കും ഈ സ്വർണ്ണമലകളുടെ ദുരന്ത ഫലം എന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസുമായി സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും എല്ലാം ഈ ഹദീസ് അപ്രകാരം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അപ്പോൾ സ്വർണ്ണമലകൾ യൂഫ്രട്ടീസിൽ സ്വർണ്ണമലകൾ ഉയർന്നു വരും. യൂഫ്രട്ടീസ് നദി എന്ന് പോലുമല്ല, യൂഫ്രട്ടീസിൽ സ്വർണ്ണമലകൾ ഉയർന്നു വരും. നിങ്ങൾ എടുക്കരുത്, അതുവഴി ദുരന്തങ്ങൾ ഉണ്ടാകും എന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസുകളെയെല്ലാം സാമ്പ്രദായികമായ നിലയിൽ നോക്കിക്കണ്ടപ്പോൾ വന്നിട്ടുള്ള അപകടങ്ങൾ വളരെ വലുതാണ്. ഹദീസുകളെല്ലാം സാമ്പ്രദായിക രീതികളിലാണ് നമ്മൾ പലരും നോക്കിക്കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു പ്രശ്നം എന്തെന്നാൽ, ഒരു ഹദീസ് എന്ന് പറയുന്നത് എല്ലാ ഹദീസും എല്ലാ കാലത്തിനും വേണ്ടിയുള്ളതല്ല. ഒന്നാം കാലക്കാർക്കും അവസാന കാലക്കാർക്കും ബാധകമായ ഹദീസുകൾ ഉണ്ട്. രണ്ടാം നൂറ്റാണ്ടുകാർക്ക് ബാധകമായ ഹദീസുകൾ ഉണ്ട്. മൂന്നാം നൂറ്റാണ്ടുകാർക്ക് ബാധകമായ ഹദീസുകൾ ഉണ്ട്. 15-ാം നൂറ്റാണ്ടുകാർക്ക് മാത്രം ബാധകമായ ഹദീസുകളും ഉണ്ട്. ശ്രദ്ധിക്കണേ. 15-ാം നൂറ്റാണ്ടുകാർക്ക് ബാധകമായ ഹദീസുകളും ഉണ്ട്. ശ്രദ്ധിക്കണേ. അപ്പോൾ 15-ാം നൂറ്റാണ്ടുകാർക്ക് മാത്രം ബാധകമായ ഒരു ഹദീസിനെ
1, 2, 3, 4, 5, 6 മുതൽ 14 നൂറ്റാണ്ടുകാരായ ആളുകൾ ഇതിന്റെ കൈമാറ്റക്കാർ മാത്രമാണ്. എന്തുകൊണ്ട്? അതിനെ അവർക്ക് പൊളിച്ച് പരിശോധിക്കാൻ കഴിയില്ല. വളരെ നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ മുഹമ്മദ് നബിയെ പറ്റി നമ്മൾ മുസ്ലിങ്ങൾ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറൻ അല്ലേ? പറയും അല്ലേ? പറയും ആണോ അല്ലേ? എന്താ അതിനർത്ഥം? കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറൻ, സകല കാല ജനങ്ങൾക്കുമുള്ള മുന്നറിയിപ്പുകാരൻ, സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളും മുന്നറിയിപ്പുകാരനുമാണ് മുഹമ്മദ് മുസ്തഫ. ശരി, ശരിക്കും സകല കാലത്തെ ജനങ്ങൾക്കും മുന്നറിയിപ്പുകാരനാണ് മുഹമ്മദ് മുസ്തഫ. ആറ്റമിക് എനർജിയെ വിഭജിക്കാനുള്ള സാങ്കേതിക ശാസ്ത്രം ആൽബർട്ട് ഐൻസ്റ്റീൻ അമേരിക്കൻ സയന്റിസ്റ്റുകൾക്ക് കൈമാറുന്നത് 940-കൾക്ക് ശേഷമാണ്. 955-ലാണ് ഐൻസ്റ്റീന്റെ മരണം എന്നാണ് എന്റെ വിശ്വാസം. 940-കളൊക്കെ ഐൻസ്റ്റീന്റെ ഒരു വല്ലാത്ത കാലഘട്ടമാണ്. ആറ്റമിക് എനർജി വിഭജിക്കപ്പെട്ടതിന് ശേഷം ആറ്റം ബോംബുകൾ വന്നു, അല്ലേ? ആണോ അല്ലേ? നിങ്ങൾ പറയാണോ അല്ലേ? അപ്പൊ 940-കൾക്ക് ശേഷമാണ് ആറ്റം ബോംബുകളുടെ കാലം വരുന്നത്. 945-ലാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് ഇടുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അല്ലേ? ആണോ അല്ലേ? ഇതൊരു ഭയാനകമായ കാര്യമാണോ അല്ലേ? ആറ്റം ബോംബുകൾ ഭയാനകമായ കാര്യമാണോ അല്ലേ? ആറ്റം ബോംബുകൾ ഭയാനകമായ കാര്യമാണോ അല്ലേ? ആണ്. അപ്പോൾ നദീറല്ലേ മുഹമ്മദ്? അപ്പൊ ഇയാൾ ഇത് മുന്നറിയിപ്പ് നൽകിയില്ലെങ്കിൽ ഈ ആൾ നദീർ ആവില്ലല്ലോ. അറബല്ല, കാഫത്തൽ ലിന്നാസ്. ഹദീസാണെങ്കിൽ നമുക്ക് ലൈഫാക്കാം, ഖുർആനാവുമ്പോൾ ലൈഫാക്കാൻ നിർവാഹമില്ല. അപ്പൊ സകലകാല ജനങ്ങൾക്കും അപകടങ്ങളുടെ മുന്നറിയിപ്പുകാരനല്ലേ മുഹമ്മദ് നബി? അപ്പോൾ ആറ്റം ബോംബിന്റെയും മുന്നറിയിപ്പുകാരനല്ലേ മുഹമ്മദ് നബി? അപ്പോൾ ആറ്റം ബോംബിനെ കുറിച്ചുള്ള ഹദീസുകൾ ഉണ്ടാവുമല്ലോ. ഉണ്ടായില്ലെങ്കിൽ കാഫത്തിൽ ലിന്നാസി നദീറാവൂലല്ലോ. ആ ഹദീസുകൾ കണ്ടെത്താത്തത് നമ്മുടെ ബുദ്ധിശൂന്യത എന്ന് മാത്രമല്ലേ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ഇല്ലേ? ഇപ്പോൾ ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ വിപത്ത് രാസായുധങ്ങളാണ്, അല്ലേ? പറ, ഇന്നത്തെ മാനവരാശിയുടെ ഏറ്റവും വലിയ ഭയാനകമായ ഒരു പ്രതിസന്ധി രാസായുധങ്ങളാണ്. രാസായുധങ്ങൾ ഒരു ഭയാനകമായ അപകടമല്ലേ? ആണോ അല്ലേ? ആണ്. ലോകാവസാനം വരെ വരുന്ന ഫിസിക്കലായാലും സ്പിരിച്വലായാലും ഏത് നിരക്കുമുള്ള മുന്നറിയിപ്പുകാരനല്ലേ മുഹമ്മദ് നബി? ആണോ അല്ലേ? ആണ്. അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർന്നു പുറത്തു പോവല്ലോ. ആണല്ലോ. അപ്പോൾ രാസായുധങ്ങൾ നബിയുടെ ഹദീസിൽ ഉണ്ടാവേണ്ടേ? അതിന് രാസായുധം എന്ന് പറയില്ലല്ലോ. നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? അതിന് അങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ പറയോ? അങ്ങനെ പറയോ? പറയും മനുഷ്യന്മാരെ, അങ്ങനെ പറയോ? ഇല്ല. ലോകാവസാനം എടുത്താൽ വിമാനത്താവളങ്ങളും വിമാനങ്ങളും ഉണ്ടാകുമെന്ന് നബിയുടെ ഹദീസിൽ ഉണ്ടാവേണ്ടേ? 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 ഉണ്ടാവണമല്ലോ. കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറൻ. ഇതൊക്കെ ഗൗരവമായി നമ്മൾ പഠിക്കണം. പക്ഷെ നമ്മുടെ തലമുറ ഈ വിഷയത്തെ ആ വിധത്തിൽ സമീപിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു. എന്തുകൊണ്ട് പരാജയപ്പെട്ടു? പലർക്കും രാജാക്കന്മാരെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ രാജാക്കന്മാരെ തൃപ്തിപ്പെടുത്തൽ അനിവാര്യതയായി. യൂഫ്രട്ടീസിൽ ഉയരുന്ന സ്വർണ്ണമലകൾ എന്ന് പറയുന്നത് തികച്ചും പെട്രോളിയം മാത്രമാണ്. അതല്ലാന്ന് ലോകത്തൊരാൾക്ക് പറയാൻ കഴിയില്ല. അതിന് ഞാൻ 100 കണക്കിന് തെളിവുകൾ കൊണ്ട് ഇത് നിറച്ചിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും പുസ്തകം പഠിച്ചാൽ നിങ്ങൾ പറയും കൃത്യമായും ഇത് പെട്രോളിയമാണ്.
ലോകാവസാനം അടുക്കുമ്പോൾ യൂഫ്രട്ടീസിൽ സ്വർണ്ണമലകൾ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊരിക്കലും സ്വർണമാവാൻ വയ്യ എന്ന് ഇതിന്റെ 15-ാം പേജിൽ ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? സ്വർണ്ണമലകൾ ഉയർന്നു വരുമെന്ന് പറഞ്ഞാൽ മലകൾ കണക്കെയുള്ള ആധിക്യം വരുമെന്നാണല്ലോ. സ്വർണം കൂടിയാൽ ഒരിക്കലും സ്വർണം സമ്പത്താവില്ല. സ്വർണത്തെ സമ്പത്താക്കിയത് സ്വർണത്തിന്റെ കുറഞ്ഞ ലഭ്യത മാത്രമാണ്. ഈ ലോകത്ത് ഇക്കാലം വരെ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്ത സ്വർണം ഏകദേശം ഒരു ഒളിമ്പിക് നീന്തൽ കുളത്തിൽ ഉൾപ്പെടുത്താനുള്ള അളവിൽ മാത്രമാണ് എന്ന് വളരെ കൃത്യമായ തെളിവോട് കൂടി ഈ പുസ്തകത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പുസ്തകം കയ്യിലുള്ള ആളുകൾക്ക് പരിശോധിക്കാം. 15-ാം പേജിലുണ്ട്. മീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു സമചതുര കട്ടക്കുള്ളിൽ ഉൾക്കൊള്ളാവുന്ന അത്ര സ്വർണം മാത്രമേ ഇന്ന് വരെയുള്ള മനുഷ്യരാശി ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടുള്ളൂ. 20.7 മീറ്റർ 20 മീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു കട്ടക്കുള്ളിൽ അടക്കി വെക്കാൻ കഴിയുന്ന അത്ര സ്വർണം മാത്രമാണ് മനുഷ്യരാശി ഇന്ന് വരെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തത്. ഇന്ന് വരെ എന്ന് മുതൽ BC 5000, BC 6000, BC 7000, ഒരുപക്ഷെ BC 10,000, ആദം നബി വന്നിട്ട് 15,000 കൊല്ലമായി എന്ന് പറയുന്നവരുണ്ട്, 20,000 കൊല്ലമായി എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും ഇനി BC 5000 ആയാലും 7000 ആയാലും ഇന്ന് വരെ മനുഷ്യരാശി ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തത് 20 മീറ്റർ ഉയരം വീതി നീളമുള്ള ഒരു സമചതുര കട്ടക്കുള്ളിൽ അടുക്കി വെക്കാൻ കഴിയുന്ന സ്വർണം മാത്രമേ ഈ ഭൂമിയിൽ ഇന്ന് വരെ മനുഷ്യരാശി കുഴിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ സ്വർണത്തിന് വില കൂടാനുള്ള കാരണം എന്ത്? സ്വർണത്തിൽ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ വില കൂടിയല്ലോ. നിലവിൽ സ്വർണത്തിന്റെ വില എത്രയാ പറയും? നിലവിൽ സ്വർണത്തിന് വില എത്രയാ? ജ്വല്ലറിക്കാർ മുതലാളിമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പറയും സ്വർണ്ണമലകൾ എന്ന് കേട്ടതുകൊണ്ട് വന്നതായിരിക്കാം മുതലാളിമാരൊക്കെ. സ്വർണ്ണ മുതലാളിമാർ ഇവിടെ ഉണ്ട്, ജ്വല്ലറിക്കാരൊക്കെ ഉണ്ട്. ഇനി ഊസൻ അങ്ങനത്തെ കുറെ തലകളും ഞാൻ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ജ്വല്ലറിക്കാരൊക്കെ ഉണ്ട്. സ്വർണ്ണമലകൾ എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ വന്നതായിരിക്കും അവര് മിക്കവാറും. കാരണം മല പോലെ സ്വർണം കിട്ടുകയാണെങ്കിൽ മല പോലെ പൈസ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ട ഏമാന്മാരെ ഇതിന് വില കൂടാനുള്ള കാരണം അത് മലയല്ലാത്തത് കൊണ്ടാണ്. മലയായാൽ അന്ന് ഇതിന് വില കുറയും. സ്വർണത്തെക്കാൾ വിലയുള്ള ഒരു ലോഹമായിരുന്നു അലുമിനിയം. ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വിലയുള്ള സാധനം അലുമിനിയം. ലോക ചരിത്രത്തിൽ ഏത് കാലവും 19-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം വരെ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണത്തെക്കാൾ വിലയുള്ള ലോഹം അലുമിനിയമായി. അതേ അലുമിനിയം പിന്നീട് ഭൂമിയിൽ എവിടെ നിന്നും ഒരാൾക്ക് ശേഖരിക്കാനുള്ള ഒരു പുതിയ മെത്തേഡ് 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ലോകം കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ഏത് ഭൂമിയിൽ നിന്നും എടുക്കാൻ കഴിയുന്ന ഒരു മെറ്റലാണ് എന്ത്? അലുമിനിയം. അലുമിനിയം ഏറ്റവും കൂടുതൽ കുഴിച്ചെടുക്കുന്ന ഒരു നാടാണ് ഏത്? കേരളം. സർസിപിയുടെ കാലത്ത് സർസിപി തന്നെ ഉപകരണം നൽകി ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചു എന്ത്? അലുമിനിയത്തെ. അലുമിനിയം കണ്ടുപിടിച്ചതോടുകൂടി അലുമിനിയം അങ്ങോട്ട് ഉയർന്നു. ലോകത്ത് ഏത് നാട്ടിലും ഏത് സാഹചര്യത്തിലും ഒരാൾക്ക് ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ശുദ്ധീകരിച്ചെടുക്കാൻ കഴിയുള്ള ഒരു ലോഹമായി ഉയർന്നു ഏത്? അലുമിനിയം. അതുകൊണ്ട് ലോകത്ത് ഏറ്റവും വിലയില്ലാത്ത സാധനം, ഏറ്റവും വിലയില്ലാത്ത ലോഹം, ഒരു പിച്ചക്കാരൻ കയ്യിലെടുക്കുന്ന ഒരു പാത്രം, സാധാരണയായ ഒരു പിച്ചക്കാരന്റെ പാത്രം അലുമിനിയം. ഒരു കാലത്ത് രാജാക്കന്മാർ പോലും ഉപയോഗിക്കാത്ത പാത്രമായിരുന്നു അലുമിനിയം. എന്തുകൊണ്ട്? അലുമിനിയത്തിന് ലഭ്യത വളരെ കുറവായിരുന്നു. പിന്നെ മല കണക്കെ അലുമിനിയം ഭൂമിയിൽ എവിടെയും ശുദ്ധീകരിച്ചെടുക്കപ്പെട്ടു. അപ്പോൾ ലോകത്ത് ഏറ്റവും വിലയില്ലാത്ത ലോഹമായി എന്ത്? അലുമിനിയം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അലുമിനിയം എന്ന് ആർക്കും വേണ്ട. ഇന്ന് രാജാക്കന്മാർക്ക് വരെ മന്ത്രിമാർ ഉപയോഗിച്ച രാജാക്കന്മാർ തലവെട്ടു. ചില രാജസദസ്സുകളിൽ
രാജാക്കന്മാർ മാത്രമേ ഭക്ഷണം കഴിക്കൂ. ഏതിൽ? അലുമിനിയത്തിൽ. സ്വർണത്തിൽ മന്ത്രിമാർ, വെള്ളിയിൽ പ്രഭുക്കന്മാർ. രാജാവ് എന്തിൽ? അലുമിനിയത്തിൽ മന്ത്രിമാർ, സ്വർണത്തിൽ പ്രഭുക്കന്മാർ, വെള്ളിയിൽ. ഇന്ന് ഒരു പുരയിലെ പട്ടിക്ക് കഞ്ഞി കൊടുക്കുന്ന സാധനമാണ് എന്ത്? എന്താ നിങ്ങൾക്ക് മിണ്ടാട്ടം നിന്നത്? എന്തുകൊണ്ട്? മല പോലെ പൊങ്ങി, ഭൂമിയിൽ എവിടെയും മല പോലെയായി. മല എന്നതിന് മനസ്സിലായില്ലേ? ഒരു സാധനത്തിന്റെ കസ്റത്തുൽ ഹുസൂൽ എവിടെയും കിട്ടും. അങ്ങനെ വന്നപ്പോൾ ആ ലോഹത്തിന് ഒരു വിലയില്ല. അതായത് മന്ത്രിമാർ അലുമിനിയം ഉപയോഗിച്ച രാജാവ് കൊന്നുകളയും. മന്ത്രിമാർക്ക് അധികാരമില്ല. യൂറോപ്പിലെ ചില രാജാക്കന്മാർ കിരീടം വെക്കുമ്പോൾ കിരീടത്തിൽ ചില കഷ്ണങ്ങൾ, ഭംഗിക്ക് വേണ്ടി ചില കഷ്ണങ്ങൾ എന്ത് ചെയ്യും? അലുമിനിയം വെക്കും. എന്തിന്? അലുമിനിയം വെച്ചാൽ വലിയ രാജാവായി. സ്വർണത്തിനിടയിൽ അലുമിനിയം വെക്കും. ഒരിക്കൽ ഒരു രാജാവ് അലുമിനിയത്തിന്റെ കിരീടം ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും അയാളെ വലിയ അഹങ്കാരി എന്ന് വിളിച്ചു. എന്തുകൊണ്ട്? അക്കാലത്ത് സ്വർണത്തിന്റെ അത്രയും ഭൂമിയിൽ നിന്ന് കിട്ടാത്ത ലോഹമായിരുന്നു ഏത്? അലുമിനിയം. യൂഫ്രട്ടീസിൽ സ്വർണ്ണമലകൾ പൊങ്ങി വന്നാൽ അൽഹംദുലില്ലാഹ് നമുക്ക് ആർക്കും മക്കളെ 1000 പവൻ കൊടുത്ത് കെട്ടിക്കാം. എന്തുകൊണ്ട്? ഒരു വിലയുണ്ടാവില്ല. അന്ന് പുതിയാപ്പളമാർ പറയും എന്ത് വേണ്ട, സ്വർണം വേണ്ട. എന്തുകൊണ്ട്? വിലയില്ല. അന്ന് പട്ടിക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ലോഹമായിരിക്കും എന്ത്? പറ, സ്വർണം. അങ്ങനെ വരുമ്പോൾ ആരാണ് അതിനു വേണ്ടി യുദ്ധം ചെയ്യുക? യൂഫ്രട്ടീസിൽ സ്വർണ്ണമലകൾ ഉയർന്നു വരും. അപ്പോൾ ലോകം മുഴുവനും അതിനു വേണ്ടി യുദ്ധം ചെയ്യും. ഒന്ന്, മലകൾ പോലെ ലോകത്തെവിടെയും സ്വർണ്ണമില്ല. 2, സ്വർണത്തിന്റെ ലഭ്യത എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കുഴിച്ചെടുക്കും. അതെങ്ങാനും ഇങ്ങനെ മല പോലെ ആയാലോ അതിന് യാതൊരു വിലയില്ലാതെയാവും. അപ്പോൾ ആധുനിക ലോകം ഉപയോഗിക്കുന്ന എന്തുകൊണ്ട്? ആഭരണമാക്കാനോ കൗതുക വസ്തുക്കൾ ഉണ്ടാക്കാനും അല്ലാത്ത ഒരു ഉപയോഗത്തിന് വേണ്ടിയും സ്വർണ്ണം ഉപയോഗിക്കൂല. ഒരു കാര്യത്തിന് ഉപയോഗിക്കൂല. ഏറ്റവും കൂടുതൽ വിപണിയിൽ നഷ്ടം വരാത്തവരും കൂടെ ശ്രദ്ധിക്കുക. ഒരു കാലത്ത് മാർക്കറ്റ് ഇടിയാത്ത ലോഹം ഇരുമ്പാണ്. എന്തുകൊണ്ട്? ഒരു കാലത്ത് മാർക്കറ്റ് ഇടിയാത്ത ലോഹം സ്വർണ്ണല്ല. സ്വർണത്തിന് ഒരു ഉപകാരമേ ഉള്ളൂ. എന്ത്? ആഭരണമാക്കുക. ആഭരണം ആക്കാൻ വേറെ ലോഹം വേണം. 916 ആണ് പ്രധാനപ്പെട്ട സ്വർണം. എന്താ 916? എന്താ 916? അറിയോ? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറ. അറിയില്ലെങ്കിൽ അറിയില്ല എന്നറിയാം. പറ, അറിയോ? എന്നാ പറയാ. ജ്വല്ലറിക്കാർക്കും അറിയില്ല. എന്താ 916? 916 എന്നാൽ 91.6 മാത്രമേ അതിൽ സ്വർണമുള്ളൂ. ആ അളവിലെങ്കിലും ഉണ്ട്. അപ്പോൾ 8 മനസ്സിലായില്ലേ? അപ്പോൾ 8.4 അത് സ്വർണമല്ലാത്ത ലോഹങ്ങളാണ്. എന്തുകൊണ്ട്? ഇതിനെ ആഭരണമാക്കണമെങ്കിൽ കരുത്തില്ലാത്ത സാധനമാണ് എന്ത്? സ്വർണം. സ്വർണം പിടിച്ചാ പൊട്ടും. അതുകൊണ്ട് കരുത്തുള്ള ലോഹത്തെ 8.4 ആയി ചേർക്കും. അപ്പോൾ ഇതിന് കരുത്തുണ്ടാവും. 916 എന്ന് പറയാൻ കാരണം എന്താ? 991.6 എങ്കിലും ഇതിലെന്തുണ്ട്? എന്തൊരു മനുഷ്യന്മാരാ. 91.6 എങ്കിലും ഇതിൽ എന്തുണ്ട്? സ്വർണ്ണന്റെ. എന്റെ താഴെ ഉള്ള ആൾ അത്രയും ഉണ്ടാവില്ല. എന്നാ 100 ആയിക്കൂടെ? 100 ആഭരണാവില്ല. എന്തുകൊണ്ട്? സ്വർണത്തിന് കരുത്തില്ല. സ്വർണം കൊണ്ട് വാളുണ്ടാക്കാൻ പറ്റൂല. സ്വർണം കൊണ്ട് വാളുണ്ടായാൽ മേസറ വിളിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കരുത്ത് ആവശ്യമില്ലാത്തൊരൊറ്റ വാൾ വെള്ളിയാഴ്ച കത്തീബ് എടുക്കുന്ന വാളാണ്. ആ വാളിന് കരുത്തുണ്ടായിരുന്നെങ്കിൽ ഒരാളും മൂപ്പരെ പിരിച്ചുവിടൂല. അതിന് കരുത്തില്ലാത്തതുകൊണ്ട് മാത്രമേ പിരിച്ചുവിടുന്നത്. ഖത്തീബ് എടുക്കുന്ന വാളിന് ഒരു കരുത്തുണ്ടാവില്ല. അങ്ങനെ ഒരു വാൾ ഉണ്ടാക്കാം, യുദ്ധത്തിൽ പറ്റൂല. എന്തുകൊണ്ട്? പൊക്കുമ്പത്തിന് പൊട്ടും. ആഭരണത്തിനല്ലാത്ത ഒരു ഉപയോഗത്തിനും പറ്റാത്ത ഒരു ലോഹമാണ് ഏത്? സ്വർണം. ഇരുമ്പോ? ഇരുമ്പില്ലാതെ ഇതുണ്ടാവില്ല. ഇരുമ്പില്ലാതെ ഇതുണ്ടാവില്ല.
ഇരുമ്പില്ലാതെ ഇതിന്റെ ബട്ടൺ ഉണ്ടാവില്ല. ഏതോ ഇരുമ്പിന്റെ ഫാക്ടറിയിൽ രൂപകൽപ്പന ചെയ്തെടുത്തതല്ലേ എന്ത്? ഈ ബട്ടൺ ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? പറ. ഇരുമ്പ് വേണം. ഇതുണ്ടാവണമെങ്കിൽ ഇരുമ്പ് വേണം, ഇതുണ്ടാവണമെങ്കിൽ ഇരുമ്പ് വേണം. അതുകൊണ്ട് വിപണിയിൽ മാർക്കറ്റ് ഇടിയാത്ത ലോഹമുണ്ടെങ്കിൽ അത് ഇരുമ്പാണ്. ഇരുമ്പ് എത്ര കുഴിച്ചെടുത്താൽ ആവശ്യം വരും. എന്തുകൊണ്ട്? ആയിരക്കണക്കായ കാര്യങ്ങൾക്ക് ഇരുമ്പിന് ആവശ്യമുണ്ട്. സ്വർണ്ണോ ആഭരണത്തിനല്ലാത്ത ഒന്നിനും ആവശ്യമില്ല. അതുതന്നെ ലഭ്യത അധികരിച്ചാൽ മാർക്കറ്റ് ഉണ്ടാവില്ല. അതേ സമയത്ത് ശ്രദ്ധിക്കണം, ലോക ചരിത്രത്തിൽ ഒരിക്കലും മാർക്കറ്റ് ഇടിയാത്ത ഒരു സാധനമുണ്ടെങ്കിൽ അത് പെട്രോളിയം മാത്രമാണ്. എന്തുകൊണ്ട്? പെട്രോളിയം ബന്ധപ്പെടാത്തൊരു സാധനവും ഇന്ന് ലോകത്തില്ല. എന്തും അത് എവിടെ നിന്ന് കുഴിച്ചെടുത്തു, അതിൻ്റെ ചരിത്രം വളരെ വ്യക്തമായി ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ, ആ ഒരു സാധനം കൊണ്ടുണ്ടായ ലോകത്തെ മാറ്റങ്ങൾക്ക് കയ്യും കണക്കുമില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ചിട്ടുള്ള ആ സ്വർണം പിൽക്കാലഘട്ടത്തിൽ മാനവരാശിയുടെ മുഴുവനും പ്രശ്നങ്ങൾ, മാനവരാശിയുടെ ഇന്നത്തെ എല്ലാ കാര്യവും, ഇന്നൊരു ശരാശരി ഒരു മനുഷ്യൻ ഒരു ദിവസം ശരാശരി 6000 വസ്തുക്കളെങ്കിലും പെട്രോളിയം വസ്തുക്കളായി മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. 6000. ഉദാഹരണം പറയാം, ഒരാൾ രാവിലെ എണീറ്റാൽ ആദ്യം എടുക്കുന്ന ഒരു ബ്രഷാണ്. ബ്രഷ് പെട്രോളിയത്തിൽ നിന്നുള്ളതാണ്. പിന്നെ ആ ബ്രഷിൽ തേക്കുന്ന ഒരു പേസ്റ്റാണ്. പേസ്റ്റ് പെട്രോളിയത്തിൽ നിന്നുള്ളതാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? എല്ലാം 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 പേസ്റ്റ് പെട്രോളിയത്തിന് ഉൽപ്പന്നമാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം, നാം അണിയുന്ന വസ്ത്രം, ആ അണിയുന്ന വസ്ത്രത്തിൽ കോട്ടണിൽ പോലും വലിയൊരു ശതമാനം നൈലോണാണ്. നൈലോണിന്റെ ഉത്ഭവം പെട്രോളിയമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പാചക എണ്ണകൾ നല്ലൊരു ശതമാനം പെട്രോളിയത്തിൽ നിന്നെടുത്തതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന LPG ഗ്യാസ് പൂർണ്ണമായും പെട്രോളിയമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ പെട്രോളിയം ഉൽപ്പന്നമാണ്. മനുഷ്യരാശിക്ക് എടുത്താലും ആവശ്യം തീരാത്ത ഒരു ലോഹം, ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് ഇന്ന് ആധുനിക ലോകത്തെ പെട്രോളിയമാണ്. അതല്ലാത്ത ഒന്നുമില്ല. എല്ലാം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം, നിങ്ങൾ ഈ കാണുന്ന ഗ്ലാസുകൾ, ഈ ഗ്ലാസ്സിൽ വലിയൊരു ശതമാനവും പെട്രോളിയം ഉൽപ്പന്നമാണ്. നമ്മൾ കുടിക്കുന്ന ഗ്ലാസ് മുതൽ, എന്തിന് ഇത്? ഈ സാധനത്തിന്റെ ഗ്ലാസ്, ഇത് ഗ്ലാസ് അല്ല, ഇത് പെട്രോളിയമാണ്. ഇതിന്റെ കാല്, ഇത് പെട്രോളിയം ഉൽപ്പന്നമാണ്. ഇതിന്റെ മുകളിലുള്ള പെയിന്റ് മുഴുവൻ പെട്രോളിയമാണ്. എല്ലാം ഈ കുപ്പി, ഇത് പെട്രോളിയമാണ്. ഇത് നമ്മൾ ഇന്ന് കാണുന്നതിൽ വലിയൊരു ശതമാനവും രൂപപ്പെട്ടു വന്നത് പെട്രോളിയത്തിൽ നിന്നാണ്. എല്ലാ സാധനങ്ങളും സാധാരണഗതിയിൽ 6000-ഓളം വസ്തുക്കളാണ് പെട്രോളിയത്തിൽ നിന്ന് മനുഷ്യൻ ഇന്ന് ഉപയോഗിക്കുന്നത്. എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചുകൾ ഏത് ഉന്നതനാണെങ്കിലും അവർ ഉപയോഗിക്കുന്ന വാച്ചുകൾ നല്ലൊരു ശതമാനം പെട്രോളിയം ഉൽപ്പന്നമാണ്. എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ബോൾ പെന്ന് പെട്രോളിയത്തിന്റെ ഉൽപ്പന്നമാണ്. മഷി ഒരു പെട്രോളിയം ഉൽപ്പന്നമാണ്. അങ്ങനെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ കാറുകൾ, ആ കാറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് വേണ്ട, യൂഫ്രട്ടീസിൽ ആദ്യമായി പെട്രോളിയം കണ്ടെത്തുന്നത് 1902-ലാണ്. വിമാനം ഉണ്ടാകുന്നത് 1903-ലാണ്. നിങ്ങളിന്റെ കൂടെ ഇല്ല. യൂഫ്രട്ടീസിൽ ആദ്യമായി പെട്രോളിയം കണ്ടെത്തുന്നത് 1902-ലാണ്. ആദ്യത്തെ വിമാനം 1903-ലാണ്. ഒന്നാം ലോക മഹായുദ്ധം 1914-ലാണ്. എന്തിന്, എവിടെയാണ് പരിക്കുണ്ടാക്കിയത്? പശ്ചിമേഷ്യയിൽ. എന്തേ? ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോൾ എന്താ ഉണ്ടായത്? ശ്രദ്ധിക്കണേ, പെട്രോളിയം രാജ്യങ്ങളെല്ലാം അമേരിക്കയും ബ്രിട്ടനും സ്വന്താക്കി. എന്നിട്ട് അവർ വീതം വെച്ചു കൊടുത്തു. ഇന്നത്തെ സൗദി ആണെങ്കിലും, ഇന്നത്തെ UAE ആണെങ്കിലും, ജോർദാൻ ആണെങ്കിലും, മറ്റേത് രാജ്യം എടുത്ത് പരിശോധിച്ചാലും ആ രാജ്യങ്ങളെല്ലാം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും ബ്രിട്ടനും ഇവർക്ക് എഴുതി കൊടുത്തതാണ്. അത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കൈവശമായി മാറി ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടി. വളരെ നിങ്ങൾ ചിന്തിക്കണം. സത്യത്തിൽ
ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെയും ജർമ്മനിയുടെയും ഇടയിലുണ്ടായ ഒരു പ്രശ്നത്താൽ ഉണ്ടായിത്തീർന്നതാണ്. നിങ്ങൾ ചിന്തിക്കണം. ഒന്നാം ലോക മഹായുദ്ധം. എന്നിട്ട് അതിലേക്ക് വലിച്ചിറക്കി ആരെ? തുർക്കിയെ. തുർക്കി ഇതിൽ യുദ്ധത്തിനിറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല, വലിച്ചിറക്കി തുർക്കിയെ. അപ്പൊ പിന്നീട് യുദ്ധം നടന്നത് ആരോടാണ്? തുർക്കിയോടാണ്. തുർക്കി അടിസ്ഥാനപരമായി ഇതിൽ ശത്രുവല്ല. വലിച്ചിറക്കി. എന്തുകൊണ്ട്? പെട്രോളിയം രാജ്യങ്ങൾ മുഴുവനും ആരുടെ കീഴിലായിരുന്നു? തുർക്കിയുടെ. ആ തുർക്കിയുടെ പ്രദേശങ്ങൾ മുഴുവനും അമേരിക്കയും ബ്രിട്ടനും എടുത്തു. എന്നിട്ട് അവരുദ്ദേശിക്കുന്നവർക്ക് അത് വീതം വെച്ചു കൊടുത്തു. ആ രാജ്യങ്ങളിലെ എല്ലാ കൈകാര്യ അധികാരവും അമേരിക്കയും ബ്രിട്ടനും ഏറ്റെടുത്തു. അതോടുകൂടി ഈ രാജ്യങ്ങളുടെ വരുമാനം മുഴുവനും ആ രാജ്യങ്ങൾക്കായി. അവിടെ നിന്ന് പെട്രോളിയം കണ്ടെടുത്തു. ഒരു നിലക്ക് നമ്മൾ ആലോചിച്ചാൽ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായത് തന്നെ മുസ്ലിം രാജ്യങ്ങളിൽ പെട്രോളിയം കണ്ടെത്തി 902 എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എന്നിട്ട് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. 902 ആദ്യമായി ഇറാനെ പ്രവിശ്യയിൽ നിന്ന് യൂഫ്രട്ടീസ് തടത്തിന്റെ പരിധിയിൽ നിന്ന് പെട്രോളിയം കുഴിച്ചെടുക്കുന്നത്. അതോടുകൂടി എന്തുണ്ടായി എന്നാൽ പിന്നെ തുർക്കി ഭരണാധികാരിയെ നാട് കടത്താനുള്ള എല്ലാ പണിയും ഇവർ ചെയ്തു. 904 ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഉപജ്ഞാതാവായ തിയഡോർ ഹഡ്സൺ തുർക്കി ഭരണാധികാരിയോട് ഞങ്ങൾക്ക് പശ്ചിമേഷ്യയിൽ ഒരു രാജ്യം ഇസ്രായേലിന് വേണ്ടി വിട്ടുതരണം എന്ന് പറയുന്നുണ്ട്. അതിന് അയാൾ സമ്മതിച്ചില്ല. പിന്നെ എന്താ ഉണ്ടായത്? 908 അയാളെ ഗ്രീസിലേക്ക് നാട് കടത്തി ഒരു പാവ സർക്കാരിനെ നിയോഗിച്ചു. ആ പാവ സർക്കാരിന് പിന്നെ ജർമ്മനിയുടെ കൂടെ കൂട്ടി. 914 ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായി. 914 ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായിട്ട് 917 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. ആരുമാണ് പ്രധാനമായ യുദ്ധം? ബ്രിട്ടനും ജർമ്മനിയും. 17 കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ തമ്മിൽ യുദ്ധം ഉണ്ടായത് നഷ്ടപ്പെട്ടത് ഏതാ ഭൂമി? ജർമ്മനിക്കൊന്നും നഷ്ടപ്പെട്ടില്ല, ബ്രിട്ടനും നഷ്ടപ്പെട്ടില്ല. 2 കൊല്ലം കൊണ്ട് ജർമ്മനിയും ബ്രിട്ടനും ഒന്നായി. നഷ്ടം എവിടെയാ ഉണ്ടായത്? പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ. എന്താണ് അവിടെ നഷ്ടപ്പെട്ടത്? പെട്രോളിയം ഭൂമി. അന്ന് മുതൽ ഇന്ന് വരെയും ആ ഭൂമിയിലെ അധികാരം നിയന്ത്രിക്കുന്നത് അമേരിക്കയും ബ്രിട്ടനുമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അടുത്ത കാലത്തെങ്ങാനും ഈ ഇസ്രായേലും അല്ലെങ്കിൽ ഫലസ്തീനും തമ്മിലുള്ള ഈ പ്രശ്നം അവസാനിക്കുമെന്ന്? ഒരിക്കലുമില്ല. നോം ചോംസ്കിയെ നിങ്ങൾക്കറിയാമല്ലോ. നോം ചോംസ്കിയുടെ പുസ്തകത്തിന്റെയും പ്രസ്താവനയുടെയും ധാരാളം ഏരിയകൾ ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഒരിക്കലും സിയോണിസ്റ്റുകളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നം ഇല്ലാതാവുകയേ ഇല്ല. ഏത് കാലത്തും സിയോണിസ്റ്റ് ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം ഇല്ലാതെയാവണമെങ്കിൽ ഹിജാസിലും തുർക്കി, ഇറാനിലും ഇറാഖിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തീരെ ഇല്ലാതാകണം. അതിന് ലോകാവസാനം വരെ ഈ സാധനങ്ങൾ ഇവിടെ ഇല്ലാതാവുകയില്ല. അതേത് കാലത്തും ഉണ്ടാവും. 3 സാധനമാണ് പെട്രോളിയത്തിൽ ഉണ്ടാവുക. ഒന്ന്, മുകളിൽ നിൽക്കുന്ന ഗ്യാസ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗ്യാസ് ലോകരാജ്യങ്ങളിലേക്ക് കയറ്റിവിടുന്ന രാജ്യരാ? ലോകത്തെ ഏറ്റവും കൂടുതൽ ഗ്യാസ്, പ്രകൃതി ഗ്യാസ് കയറ്റിവിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഖത്തറാണ്. ഖത്തറിന് എന്തില്ല? പെട്രോൾ ഇല്ല, പെട്രോളിയം ഉണ്ട്. മനസ്സിലായില്ല? അതായത് ഈ ലിക്വിഡ് പെട്രോളിയവും മുകളിൽ നിൽക്കുന്ന ഗ്യാസും എല്ലാം പെട്രോളിയത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഖത്തർ ഒരു പെട്രോളിയം രാജ്യമാണ്. ഹിജാസ് ഒരു പെട്രോളിയം രാജ്യമാണ്. ഇറാഖ് ഒരു പെട്രോളിയം രാജ്യമാണ്. അന്ന് മുതൽ ഇന്ന് വരെ പ്രശ്നം തീർന്നിട്ടില്ല. തീർച്ചയായും ഞങ്ങൾ പെട്രോളിന് വേണ്ടി മാത്രമാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് അമേരിക്കൻ ഭരണാധികാരികളുടെ ധാരാളം സ്റ്റേറ്റ്മെന്റുകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം വസ്തുത ഒന്നാണ്. എന്താ പ്രശ്നം? നമ്മുടെ ഏറ്റവും വലിയ ശാപം പെട്രോളിയമാണ്. ആ പെട്രോളിയം ഇല്ലാതാകാത്ത അത് ഭൂമിയിൽ ഇല്ലാതാകുന്ന ഒരു കാലം വരുന്നത് വരെയും മുസ്ലിം ലോകത്തിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുകയേയില്ല. എന്തുകൊണ്ട്? ഇത്രയേറെ ലാഭമുണ്ടാക്കുന്ന ഒരു സാധനം മനുഷ്യ ചരിത്രത്തിൽ വേറെയില്ല. 902 ആണ് സൗദികൾ ഹിജാസ് പിടിച്ചടക്കാൻ ഒരുങ്ങുന്നത്. പെട്രോളിയം കണ്ടുപിടിക്കുന്നതോ 902.
സൗദികളുടെ യുദ്ധം ആരംഭിക്കുന്ന 902. നിങ്ങൾ ആലോചിക്കുക.